വെള്ളാപ്പള്ളി നടേശന് വീണ്ടും ഒരു വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി. അതായത് ഈ മരിക്കുന്നിടം വരെ ഞാൻ ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കസേരയിൽ തന്നെ അങ്ങ് ഇരിക്കും എന്ന് പറഞ്ഞാണല്ലോ വെള്ളാപ്പള്ളിയുടെ ഓരോ നടപ്പും കാര്യങ്ങളും, വെള്ളാപ്പള്ളിയുടെ രീതിയൊക്കെ. വെള്ളാപ്പള്ളി എന്തായാലും ഈ പറയുന്ന ഈ അള്ളു പോലെ കസേരയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പം അങ്ങനെ നേരത്തെ ഇതിനൊരു പണി കിട്ടിയിരുന്നു, അതായത് കോടതിയിൽ നിന്നൊരു സ്റ്റേ വന്നിരുന്നു, തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും ഇതാ സഹോദര ധർമ്മവേദി തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് വെള്ളാപ്പള്ളിക്ക് വീണ്ടും ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇതില് കാര്യം എന്താണെന്നറിയോ, വിദ്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിക്ക് ഒരു ആഗ്രഹമുണ്ട്. വിദ്യ പറഞ്ഞ പോലെ തന്നെ മരിക്കും വരെ SNDP യോഗത്തിന് തലപ്പ് തിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ അവിടെയുള്ള ഈ പാവപ്പെട്ട ശ്രീനാരായണീയർക്ക് പണി കൊടുത്തുകൊണ്ടും അവരെ ചൂഷണം ചെയ്തും അവരുടെ ചോര കുടിച്ചൊന്നും ഈ പറയുന്ന ആളിന് മതിയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതിനൊക്കെ ഏറ്റവും ഒരു കനത്ത പ്രഹരമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഈ സ്പോട്ടിൽ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറഞ്ഞാൽ. അതായത് 2021 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. 2021 ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് നടത്താൻ 114ാമത് SNDP യോഗം രൂപീകൃതമായിട്ട് 114ാമത് വാർഷിക പൊതുയോഗം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2021 നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷത്തിന് മുൻപ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു. അപ്പം ഓക്കെ, ആ വിജ്ഞാപനം വന്നു, അത് വളരെ ലീഗലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമിനേഷൻ സ്വീകരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും മത്സരിക്കാം, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇതൊരു കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് SNDP യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരെ അപ്പം പിന്നെ ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആ സമയത്ത് രൂപീകൃതമായി നിൽക്കുന്ന സമയമാണ്. അപ്പം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിനോടൊപ്പം മറ്റു 3 പേർ, അങ്ങനെ 4 പേരടങ്ങുന്ന ഓരോ പാനൽ, വെള്ളാപ്പള്ളിക്കുണ്ട് ഒരു പാനൽ. പിന്നെ ഇങ്ങനെയുള്ള നിരവധി ആളുകൾ എന്ത് ചെയ്തു, നോമിനേഷൻ കൊടുത്തു. ആ റിട്ടേണിംഗ് ഓഫീസറും അതോടൊപ്പം തന്നെ യോഗം കൗൺസിലും എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതായത് വെള്ളാപ്പള്ളി പറയുന്നതിന്, വെള്ളാപ്പള്ളി പിന്നെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകൽ വെളിച്ചം കണ്ടിട്ട് പറയണം ഇപ്പൊ രാത്രിയായി എന്ന് പറയും, അയ്യോ രാത്രിയായല്ലോ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്ന ടീമാണ്. വെള്ളാപ്പള്ളിയുടെ വാല് പോലെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവർ നോമിനേഷനൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഇതിന് കമ്പനി ആക്ട് പ്രകാരം ഉള്ള ആയതുകൊണ്ട് തന്നെ കമ്പനി ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം DIN നമ്പർ എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമാണ്. അതായത് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയും. ഈ നമ്പർ അത്യാവശ്യം. അപ്പം ബാക്കി കൊടുത്തിട്ടുള്ളവർ അങ്ങനെ ആ ഒരു നിയമം കൊണ്ടുവന്നു. അത് ഈ നാമനിർദ്ദേശ പത്രികയ്ക്കകത്ത് നൽകണമെന്നാണ്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർക്ക് അത് നൽകിയ നോക്കിക്കൂട്ടത്തിൽ 90ഓളം ആൾക്കാരെ ഇതിൽ നിന്ന് പുറത്താക്കി, നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ തള്ളിക്കളഞ്ഞതിൻ്റെ കാരണം പറഞ്ഞത് അവരുടെ ആരുടെയും നാമനിർദ്ദേശ പത്രികയിൽ DIN നമ്പർ ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെ നോക്കി വെള്ളാപ്പള്ളിക്കുണ്ട് DIN നമ്പർ, പക്ഷേ വെള്ളാപ്പള്ളിക്കുള്ള 2 DIN നമ്പറാണ്. വെള്ളാപ്പള്ളിക്ക് ഒന്നല്ല, രണ്ട് DIN നമ്പർ വരുമ്പോൾ ഉള്ള പ്രശ്നം, നമുക്ക് 2 പാസ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ആധാർ കാർഡ് നമുക്ക് അങ്ങനെ എടുക്കാം എന്ന് പറയുന്ന പോലെ ഇതൊരു എല്ലാം 2 എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നേരിട്ട് പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് കൃത്യമായി ഇത് മനസ്സിലാക്കിയ ഒരാൾ സൗത്ത് ഇന്ത്യൻ ആർ വിനോദും സംഘവും ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായി. അപ്പോൾ എന്നിട്ട് നേരെ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു, ഇതാണ്ട് ഇങ്ങനെ വെള്ളാപ്പള്ളിക്ക് അസാധുവാക്കണം, കാര്യം അത് തള്ളിക്കളയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ DIN നമ്പർ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരെണ്ണം കാലാവധി കഴിഞ്ഞ് വേറെണ്ണം കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 2 എണ്ണം കൊണ്ട് നടക്കുന്ന സ്വാഭാവികമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞാൽ നേരെ കയറി അത്താഴം കഴിച്ചിട്ട് കയറി കിടന്നിറങ്ങുന്ന ടീമുകൾ എന്ത് ചെയ്തു, ഇതൊന്നും അംഗീകരിച്ചില്ല. സ്വാഭാവികം എന്നാണ് ഈ കേസ് കോടതിയിലേക്ക് പോയി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരെ അയോഗ്യരായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള രീതി വന്നു. അങ്ങനെ വീണ്ടും ഈ പറയുന്ന പോലെ അയോഗ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇവർ 2022 വീണ്ടും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു. അതായത് തെരഞ്ഞെടുപ്പ്. അപ്പം കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഇനിയും കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്ന വരേക്കും നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഇതിന് മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും 2022 ഇത് വന്നു. വീണ്ടും കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിൽ പോയി അങ്ങനെ ദേവന്റെ പിന്നെ TR രവി എന്ന് പറയുന്ന ജസ്റ്റിസിന്റെ സിംഗിൾ ബെഞ്ചിലേക്ക് കേസെത്തുന്നു. കേസെത്തിയ സമയത്ത് അന്ന് ഒരു വലിയ ഏറ്റവും ജനകീയമായ ഒരു വിധി അന്ന് ഈ TR രവിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു. അതായത് ഇതിനകത്തുള്ള SNDP യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതൊരു വലിയ വിധിയാണ്, ചരിത്രപരമായ വിധിയാണ്. കാര്യം SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഉണ്ടായിരുന്ന 100 പേർക്ക് ഒരു വോട്ട്, അങ്ങനെ എന്തോ ഒരു പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണ്. നമ്മൾ എന്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധം എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പം LDFന്റെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു LDF തീരുമാനിക്കുന്നു ഇങ്ങനെ ഒരു വോട്ടവകാശം വേണം, 100 പേർക്ക് ഒരു വോട്ട്.
എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ 1000 പേർക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF-കാരാണ് ഈ പ്രാതിനിധ്യ വോട്ടവകാശത്തിന് പിന്തുണയ്ക്കുന്നതെങ്കിൽ എന്നെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ LDF-കാരനെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തർ വോട്ട് ചെയ്ത 1000 വോട്ടിനോ അല്ലെങ്കിൽ 100 വോട്ടിനോ തുല്യമാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിരെ നിൽക്കുന്ന ആളിനെ സ്വാഭാവികമെന്നുള്ളത് പരാജയപ്പെടുകയും ചെയ്യും. അപ്പൊ എൻ്റെ അല്ലെങ്കിൽ ആ LDF സ്ഥാനാർത്ഥിയുടെ ആജ്ഞാനവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വോട്ടവകാശമുണ്ട്. അങ്ങനെയുള്ള ഒരു 1000 പേരെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കണക്കനുസരിച്ചുള്ള ആൾക്കാരെ ഒരു 100 പേരായിരിക്കും വരുന്നത്. ആ 100 പേരെ സെലക്ട് ചെയ്യുന്നു, അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ഈ 100 പേര് വോട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ എത്രയാ, 1000 × 100 ഏകദേശം ഒരു 1 ലക്ഷത്തോളം വരുന്ന ആൾക്കാരുടെ വോട്ട് ഇവിടെ വീണ് കഴിഞ്ഞു. ഇതാണ് തന്ത്രം. ഇതാണ് പ്രാതിനിധ്യ വോട്ടവകാശത്തിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്റെ ഇഷ്ടക്കാരെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറകെ നിൽക്കുന്ന 100 പേര് വോട്ട് ചെയ്തതിന് തുല്യമായി മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആര് ജയിച്ചു? വെള്ളാപ്പള്ളി ജയിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്തു. ഈ ഒരു തന്ത്രമാണ്. അപ്പൊ ഇതെടുത്ത് മാറ്റിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യ രീതിയിലുള്ള ഒരു വോട്ടിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിൽ TR രവി എന്ന് പറയുന്ന ആളിന്റെ പുതിയൊരു തീരുമാനം വരുന്നു. ഈ തീരുമാനം ഭയങ്കര ജനകീയ വിധി എന്ന് പറയും, ഭയങ്കര ജനകീയ വിധിയായിരുന്നു. പക്ഷെ എന്നാൽ ഇതിനെ നേരിടാനുള്ള മനക്കരുത്തോ ഉൾക്കരുത്തോ ഒന്നും വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആൾക്കില്ല. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അങ്ങ് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി എന്ത് ചെയ്തു? അധികാരത്തിൽ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ 2 പേരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ വിധിക്കെതിരായി മുന്നോട്ട് പോയിട്ട് സ്റ്റേ അങ്ങ് മേടിച്ചു. അതായത് ആ പറയുന്ന ജനകീയ വിധിക്ക് സ്റ്റേ മേടിക്കാൻ കഴിഞ്ഞ ഒരാൾ വെള്ളാപ്പള്ളിയുടെ അച്ഛനാണ്. അങ്ങനെ സ്റ്റേ മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ കുറച്ചു കാലം ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പൊ ഈ ഈ പ്രാതിനിധ്യ വോട്ടവകാശമായിട്ട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യം അപ്പോഴാണ് നമ്മുടെ 2026 എത്തിയപ്പോൾ ഇത്രയും കാലം ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നിട്ട് 2026 ആകുമ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റം നടക്കുന്നു. ഭരണമാറ്റം നടക്കുമ്പോൾ തുടർ ഭരണം എന്തായാലും LDF അധികാരം ഒഴിയാൻ പോകുന്നു എന്നൊരു സൂചന വെള്ളാപ്പള്ളിക്കുണ്ട്. വെള്ളാപ്പള്ളി എന്ത് ചെയ്തു? വെള്ളാപ്പള്ളി നേരെ പിണറായി വിജയനെ സൂചിപ്പിക്കാൻ ഇറങ്ങി. പിണറായി വിജയൻ അനുകൂലമായി സംസാരിച്ചു തുടങ്ങി. UDF-നെ എതിർത്തു തുടങ്ങി. പിന്നെ നമുക്കറിയാവുന്ന പോലെ VD സതീശനെ മാക്കാൻ തവള എന്ന് വിളിക്കുന്നു എന്ന് വേണ്ട ആരെയൊക്കെ എന്തൊക്കെ വിളിക്കാവോ അത്തരം തെറികളെല്ലാം പറയുന്നു. കേരളത്തിലൊരു മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ മലപ്പുറംകാരെ അടക്കം ചീത്ത വിളിക്കുന്നു, മുസ്ലിം സമുദായത്തെ വെറുപ്പിക്കുന്നു എന്ന് വേണ്ട ഇവിടെ ചെയ്തു വെച്ചത്. പക്ഷെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇമാതിരി കാട്ടിക്കൂട്ടൽ നടത്തുന്നത് ഇടതുപക്ഷത്തിന് ഗുണകരമല്ല എന്നുള്ള കാര്യം ഇടതുപക്ഷക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ SNDP യോഗം എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ഈഴവ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സമുദായ സംഘടനയുടെ വക്താക്കളായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ ആ പൊസിഷനെ മാത്രം മാനിച്ചുകൊണ്ടാണ് പിന്നെ സത്യം പറഞ്ഞ LDF-കാരികളെ തൂക്കിക്കളയാത്തത്. അപ്പൊ ഇങ്ങനെ LDF-നെ സൂചിപ്പിച്ച് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നിട്ട് സൂത്രത്തിലൂടെ തനിക്ക് അപ്പോഴും പ്രാതിനിധ്യ വോട്ടവകാശം ഇല്ല, പ്രാതിനിധ്യ വോട്ടവകാശം നിലനിൽക്കുകയാണ്, മറ്റേ വിധി സ്റ്റേയിലാണ്. അതായത് പിന്നെ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് TR രവിയുടെ ആ ഒരു ഇത് നിൽക്കുകയാണ്. അപ്പം അത് സ്റ്റേ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് സർക്കാരിനെയും പൊതുജനത്തെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു നൈസായിട്ടൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2026 ഫെബ്രുവരി മാസം 20-ാം തീയതി ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആ വിജ്ഞാപനം 114 നമ്മൾ ആലോചിച്ച് 2021 പുറപ്പെടുവിച്ച അതേ തലക്കെട്ടാണ് 114ാമത് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഒരു വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞാൽ 14 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 14 ദിവസത്തിന് ശേഷം നോമിനേഷൻ സമർപ്പിക്കാവൂ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. കമ്പനി ആക്ട് പ്രകാരം നിയമമുണ്ട്. എന്നാൽ ഇവിടെ എന്താ ചെയ്തത്? 5 ദിവസം, അതായത് ഫെബ്രുവരി 20-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, 25-ാം തീയതി നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വയ്ക്കുന്നു. അതായത് 3 മണിക്കോ മറ്റോ ആണ്, 3 മണിക്കകം നോമിനേഷൻ കൊടുക്കണം. ഇതാണ് തീരുമാനം. ഈ തീരുമാനം പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അടക്കമുള്ള, എലമ്പടത്ത് രാധാകൃഷ്ണൻ അടക്കമുള്ള, കണ്ടല്ലൂർ സുധീർ അടക്കമുള്ള ഒരു പറ്റം നേതാക്കന്മാർക്ക് മനസ്സിലായി ഇതിനകത്തൊരു ചതി മണക്കുന്നുണ്ട്. ഇവർ വീണ്ടും ഈ കോടതിയിൽ നേരത്തെ കൊല്ലം കോടതിയിൽ കൊടുത്തിരുന്ന കേസ് കരുനാപ്പള്ളി കോടതിയിലേക്ക് മാറ്റിയിരുന്നു. അതിന്റെ പിന്നിലും വേറൊരു കഥയുണ്ട്. അത് പക്ഷേ ശരിയായ ഇതല്ലാത്തതുകൊണ്ട് കോടതി അലക്ഷ്യമായി പോകുന്നുള്ള പേടിയിലാണ് പറയാത്തത്. അപ്പം അങ്ങനെ കരുനാപ്പള്ളി കോടതിയിലാണ് ഈ കേസ് കിടക്കുന്നത്. വീണ്ടും കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. കോടതിയിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ റദ്ദ് ചെയ്യുന്നു, നടത്താൻ പറ്റില്ല എന്ന് കരുനാഗപ്പള്ളി കോടതിയിൽ നിന്ന് ഓർഡർ വരുന്നു. എന്നിട്ട് ഈ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ നേരെ എന്ത് ചെയ്തു? നേരെ ഇവർ പിന്നെ ഇതിലേക്ക് പോയി, നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറും എല്ലാവരും കൂടെ ചേർന്ന് ഹൈക്കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്, ഇങ്ങനെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു കേസ് വന്നിട്ടുണ്ട്. ഇത്
സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരെ ഹൈക്കോടതിയിലേക്ക് കേസ് സമർപ്പിക്കുന്നു. അങ്ങനെ ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക്, ദേവൻ രാമേന്ദ്രൻ ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ബെഞ്ചിലേക്കാണ് സംഭവം ചെല്ലുന്നത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി നോക്കിയപ്പോഴേ ഇതൊരു ഓൾറെഡി അസാധുവല്ലേ എന്ന് പറഞ്ഞു. ഈ കാര്യം വെള്ളാപ്പള്ളി നടേശന് മത്സരിക്കാൻ പറ്റില്ല, അസാധുവാണ്. അപ്പൊ ഈ അസാധുവായ സാധനം കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് എന്ത് ചെയ്തു, റിട്ടേണിംഗ് ഓഫീസറും ഈ പറയുന്ന എല്ലാവരും കൂടെ, വെള്ളാപ്പള്ളിയും കൂടെ ഈ വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടം ഓടിയതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഫെബ്രുവരി മാസം നമ്മൾ കണ്ട ഒരു കാഴ്ച ഏതാ. അപ്പൊ ഈ നമ്മളിത് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം, അന്നത്തെ ദിവസമാണ് ശരിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പിന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസമായിരുന്നു അന്ന്. നമ്മൾ ആലോചിച്ച് നോക്കണം അത്. എന്നിട്ട് അതും കൊണ്ട് പോയി, അതെല്ലാം പോയി. അപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് വെള്ളാപ്പള്ളിക്ക് വീണ്ടും ഒരു മോഹം. എന്താണ്, തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് ഈ പൊതുതെരഞ്ഞെടുപ്പ് വരുന്നു, ഇത് അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല. പല വെപ്രാളം, അത് തന്നെ വെപ്രാളം അങ്ങോട്ട് വന്നു. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ എന്താണ്, തെരഞ്ഞെടുപ്പിന്റെ പുറകിലാണ് എല്ലാവരും, തെരഞ്ഞെടുപ്പിന്റെ പുറകിലാണ് പത്രങ്ങളെല്ലാം. അപ്പൊ വെള്ളാപ്പള്ളി എന്ത് ചെയ്തു, ഈ പറയുന്ന വാർത്ത ഹൈക്കോടതിയിൽ ഇങ്ങനെ ഈ പിന്നെ തള്ളിക്കളഞ്ഞുവെന്നും ഗസറ്റ് വിജ്ഞാപനം പിൻവലിച്ചു എന്നുള്ള കാര്യവും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തില്ല എന്ന് പറയുന്നില്ല, കൊടുത്തു. അതപ്പോ എന്ത് ചെയ്തു, ഇത്രയേ ഉള്ളൊരു വാർത്തയായിട്ട് കൊടുത്തു. വളരെ ചെറിയൊരു വാർത്ത, കണ്ണിലിട്ടാൽ പോലും കാണാത്ത അത്രയും ചെറിയൊരു വാർത്തയായിട്ട് മുഖ്യധാര പത്രങ്ങളെല്ലാം കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല പ്രധാനപ്പെട്ട മീഡിയയിൽ ചിലതിലൊക്കെ വന്നുപോയി എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും ആ വാർത്തയ്ക്ക് കൊടുത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിക്ക് അത്രയ്ക്കുണ്ട് സ്വാധീനം. ആ സ്വാധീനം മാധ്യമ മേഖലയിലേക്കും വെള്ളാപ്പള്ളി ഉപയോഗിച്ചു തുടങ്ങി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അത് ഉപയോഗിച്ചു തുടങ്ങുകയും ഇതോടുകൂടി വെള്ളാപ്പള്ളി വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി വീണ്ടും ഒരു കളിയും കൂടെ കളിച്ചു തുടങ്ങി. ഒരു കളിയും കൂടെ എന്താ കളിച്ചത്, വീണ്ടും ഒരു വിജ്ഞാപനം. അതായത് 9-ാം തീയതി, ഈ വരുന്ന 2 ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് വീണ്ടും അടുത്ത വിജ്ഞാപനം, അവിടെ ഒരു ബോർഡ് യോഗം കൂടാൻ അങ്ങ് തീരുമാനിച്ചു. എന്തിനാണ് ബോർഡ് യോഗം? ഇപ്പൊ ഈ പറയുന്ന ഇങ്ങനെ കോടതിയും തിരിച്ചടി കിട്ടി നിൽക്കുന്ന സാഹചര്യം തൊട്ടടുത്ത് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും അടുത്ത ബോർഡ് യോഗം കൂടാൻ മാർച്ച് മാസം 9-ാം തീയതി ഈ ബോർഡ് യോഗം. എന്തിനാണ് ബോർഡ് യോഗം കൂടുന്നത്? വേറൊന്നുമില്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പുനരാവിഷ്കരിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനും വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി വീണ്ടും അങ്ങനെ ഒരു പണിയെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സൗത്ത് ഇന്ത്യൻ ആർ വിനോദും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എലമ്പടത്ത് രാധാകൃഷ്ണനും കണ്ടല്ലൂർ സുധീർ അടങ്ങുന്ന ഒരു സംഘം, അതായത് പിന്നെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന സംഘടന ടീമുകളെല്ലാം കൂടെ വീണ്ടും ഒരു ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ റിട്ടേണിംഗ് ഓഫീസർ ഓൾറെഡി കോടതി നടപടികൾ കോടതിയുടെ അനുമതി ഇല്ലാതെ ഇനി ഒരു തരത്തിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് പോകില്ല എന്ന് റിട്ടേണിംഗ് ഓഫീസർ അടക്കം അവിടെ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും കോടതിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ അഡ്വക്കേറ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഈ ഒരു സംഭവം തള്ളിക്കളഞ്ഞു. അതായത് സോഫിയ ടി.എ എന്ന് പറയുന്ന ജഡ്ജാണ് മുൻസിഫ് കോർട്ടിൽ അത് കേസ് കേട്ടത്. അവർ പറഞ്ഞു ഇത് നടക്കില്ല എന്ന് പറഞ്ഞു, അതും തള്ളി. അങ്ങനെ അവിടെയും വെള്ളാപ്പള്ളിക്ക് പണി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പണിയോട് പണി, അറിയാവുന്ന നാറിയ നാണംകെട്ട കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കളികളെല്ലാം കോടതി ചെല്ലും, തേഞ്ഞൊട്ടി തിരിച്ചു പോരും. ഇതാണിപ്പോ വെള്ളാപ്പള്ളി കിട്ടിക്കൊണ്ടിരിക്കുന്ന 8ന്റെ പണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പണി കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇനിയും വെള്ളാപ്പള്ളി കിടന്ന് തലകുത്തി മറിഞ്ഞാലും വെള്ളാപ്പള്ളി രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ഇടാത്ത രീതിയിൽ 4 വശവും ചേർത്ത് അടച്ചു വെച്ചിരിക്കുകയാണ് നിയമപരമായിട്ട് ഈ പിന്നെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ടീം. സത്യം പറഞ്ഞ ആ ഒരു സംഘടന ശരിക്കും ഈ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘടന നമുക്കറിയാം. ഗോകുലം ഗോപാലൻ, അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും അതിനകത്ത് ഒരുപാട് SNDP യോഗത്തിൽ വെള്ളാപ്പള്ളിയുടെ നെറുകേട് കാരണം അതിൽ നിന്ന് വിട്ടുപോരേണ്ടി വന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് നിർബന്ധമുണ്ട്, ഇനിയും SNDP യോഗത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കും. യോഗത്തെ മാത്രമല്ലെന്നേ, ഒരു സമുദായത്തെ നശിപ്പിക്കാൻ അതിന് ഇവരിനി അനുവദിക്കില്ല എന്ന് തീർത്തിറങ്ങിയിരിക്കുകയാണ്, കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് 4 വശത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ. അങ്ങനെ അവസാനമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് 1-2 അഡ്വക്കേറ്റുകൾ ഹാജരായിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര രമേഷ് കുമാർ എന്ന് പറയുന്ന അഭിഭാഷകനുണ്ടായിരുന്നു, ലേഖ വാമദേവൻ, ആഷിഖ് പാഷ KS, അർജുനൻ B മോഹൻ, രാമനാരായണൻ തുടങ്ങിയ അഭിഭാഷകരാണ് ശരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ശരിക്കും ഒരു സുപ്രധാന വിധിയാണ്. ഈ സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഇത്രയും കാലം തിന്നുകൊഴുത്ത് സ്വന്തം സമുദായത്തെയും വഞ്ചിച്ച് പിന്നെയുള്ള സകലമാന ചൂഷണവും നടത്തി ജീവിച്ചുകൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന വിധിയായിട്ട് തന്നെയാണ് കാണുന്നത്. വെള്ളാപ്പള്ളി ഇനി ഒരുപാട് പാടുപെടും. ഇനി അധികകാലമൊന്നും ഈ പറയുന്ന പിന്നെ SNDP യോഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് ഇരിക്കാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം
കോടതി പറഞ്ഞിരിക്കുകയാണ് അസാധുവായി നിൽക്കുന്ന ഒരാൾ, ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾ, അത് ധാർമ്മികമായിട്ടും യോഗ്യതയില്ല, നിയമപരമായിട്ടും യോഗ്യതയില്ലാത്ത ഒരാൾ എന്തിനാ കടിച്ചു കിടക്കുന്നത്? വിട്ടിട്ട് പൊക്കൂടെ? ഇത്രേ ഉള്ളൂ കാര്യം. എല്ലാവരും വരുന്നവരെല്ലാം ഇങ്ങനെ ഷൂ നക്കി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇട്ടിട്ട് പോകണം. അതാണ് ശരിക്കും വെള്ളാപ്പള്ളി ഇനിയും ചെയ്യേണ്ടത്.